ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയും തിരുവോണത്തോണിയും ഉത്രട്ടാതി ജലമേളയും മുതൽ ശബരിമല തീർത്ഥാടനവും മാരാമൺ കൺവെൻഷനും വരെ വിവിധ ആധ്യാത്മിക സംഗമങ്ങൾക്ക് പമ്പയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. എന്നാൽ ജലമേളയ്ക്കായി തുറന്നുവിട്ട 2 അണക്കെട്ടുകൾ അടച്ചപ്പോഴാണ് പമ്പയുടെ യഥാർത്ഥ അവസ്ഥ കണ്ടത്. മെലിഞ്ഞ പമ്പാ നദിയിൽ തലേദിവസം വെള്ളത്തിൽ പൊങ്ങിക്കിടന്നിരുന്ന പള്ളിയോടങ്ങളും തിരുവോണത്തോണിയും പോലും കരയിലെ മണ്ണിൽ കെട്ടിക്കിടന്നു. മൺസൂൺ കഴിഞ്ഞ ഉടൻ തന്നെ പമ്പ വറ്റി വരണ്ടു. വികസനവാദം വെടിഞ്ഞ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നദിയെ രക്ഷിക്കാൻ ഇത് ഓർമ്മിപ്പിക്കുന്നതായി പ്രകൃതി സ്നേഹികൾ പറയുന്നു. പ്രകൃതിയെ നമ്മൾ ഈ രീതിയിൽ കണ്ട് നമുക്ക് ചൂഷണം ചെയ്യാനുള്ള ഒരു അസംസ്കൃത വസ്തുവായിട്ട് നമ്മൾ ഈ പാറയും മണലിനെയും കല്ലിനെയും മണ്ണിനെയും കാണാൻ പാടില്ല. വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഇവയെ പരിപാലിച്ചു പോയില്ലെങ്കിൽ ഈ തലമുറയ്ക്ക് വേണ്ട കുടിവെള്ളം പോലും കിട്ടില്ല. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ ലിങ്ക് പദ്ധതി നടപ്പിലാക്കി ജലം തമിഴ്നാട് കൊണ്ടുപോകുന്നത് കാവേരി പ്രശ്നം പോലെ സ്ഥിതി വഷളാക്കും എന്നുറപ്പ്. പമ്പയെ രക്ഷിക്കാൻ KSEB വിഭാവനം ചെയ്ത ട്വിൻ കല്ലാർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ സർക്കാരിന് പുനരാലോചിക്കേണ്ടിയും വരും. അധിക ജലം കൊണ്ടുപോകാൻ തമിഴ്നാട് കാത്തുനിൽക്കുമ്പോഴാണ് സെപ്റ്റംബറിൽ തന്നെ പമ്പ വറ്റി വരണ്ടിരിക്കുന്നത്. ആചാരങ്ങളുടെ നിലനിൽപ്പിന് മാത്രമല്ല, കുടിവെള്ളക്ഷാമത്തിൻ്റെ കൂടി നേർചിത്രമായി മാറുകയാണ് പമ്പയിലെ ഈ ദുരവസ്ഥ. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം P. വിദ്യ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.